ഇതാണ് ഷിപ്പ് കേട്ടോ. ഷിപ്പ് പുറത്തുനിന്ന് കാണുന്നുണ്ട്. ഇതാണ് ഷിപ്പ്. അവിടെ ഒരു ബാർ സെറ്റപ്പ് ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ. ഭയങ്കര ആൾക്കാരാണ്. പാർക്ക് എന്ന് വിചാരിച്ചാൽ മതി. നീയാ ഇറങ്ങിക്കോ. ഇത് കയറൂല. എന്നാലും ഒരു ആട്ടുണ്ട്. ആട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് അബുദാബി ക്രൂയിസ് ടെർമിനലിലേക്കാണ് പോകുന്നുള്ളത്. അവിടെ ഒരു ഇറ്റാലിയൻ ഷിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ഞങ്ങളിപ്പോൾ ഓൺലൈനിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകുന്നതാണ്. മീന പോർട്ടിലാണ് അബുദാബി ക്രൂയിസ് ടെർമിനൽ ഉള്ളത്. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രൂയിസ് ടെർമിനലിലേക്ക് പോകുന്ന ഇതാണ്. അതിൻ്റെ സൈഡൊക്കെ നല്ല ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ഈ തല മുതൽ ആ തല വരെ ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് കാണിച്ചു കൊടുക്കുക. ഇവിടെ ഇതൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവിടെ കുറേ കോഫി ഷോപ്പ് ഉണ്ട്. ഈ മീന പോർട്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ കുറേ കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പീഡ് ഇവിടെ 40 ആണ്. 40 സ്പീഡ് കുറച്ച് പോകണം, അല്ലെങ്കിൽ ക്യാമറ അടിക്കും. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് മൊത്തം പെയിൻറ്റിങ് ആണ്. ഇതാണ് ക്രൂയിസ് ടെർമിനൽ അബുദാബിയിലുള്ള. ഇതിവിടെ ഫുള്ള് കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ പേര് മർസൽ മീന എന്നാണ്. അപ്പുറത്തുള്ള ഇവിടെ വിശാലമായ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 4:30 ആയിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 5:30 അപ്പോൾ പോയിട്ട് നോക്കാം എന്ത് പറയുന്നവർ. ഇത് മറ്റേ ചെക്കിങ് ബാഗേജ് നമ്മളിപ്പോൾ ഷിപ്പിൽ എവിടെ പോകുന്നുണ്ടെങ്കിലൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഈ കാണുന്നതാണ് മർസൽ മീന. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതിൻ്റെ അകത്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പോകേണ്ടത്. നല്ല ആൾക്കാർ വരുന്നു പോകുന്നൊക്കെ ഉണ്ട്. 4:30 ഇപ്പോൾ 5:30 കയറ്റവും നോക്കാം. വില്ലാഗോ ഇറ്റാലിയ ഇതാണ് സംഭവം. എല്ലാവരും പോയി നോക്കുന്നുണ്ട് അകത്ത്. ഞമ്മൻ്റെ വരുമ്പോൾ ഇങ്ങോട്ടൊന്ന് പോകണം. അല്ല, ഇവിടെ മറ്റേത് മർസൽ മീന കോഫി ഷോപ്പ് കാര്യങ്ങൾ നല്ല. ഇതാണ് ഷിപ്പ് കേട്ടോ. ഷിപ്പ് പുറത്തുനിന്ന് കാണുന്നുണ്ട്. ഇതാണ് ഷിപ്പ്. ഇത് കാണാനാണ് വന്നത്. അറിഞ്ഞ ഇതാണ് ഷിപ്പ്. ആൾക്കാർ ഇതാ പോയിട്ട് നല്ല വരുന്നുണ്ട് ആൾക്കാർ. കൈക്ക് ഇതൊക്കെ തന്നു കെട്ടിയിട്ടുണ്ട് എല്ലാവരും പിള്ളേർക്ക് അങ്ങനെ തന്നെ. പക്ഷെ ഭയങ്കര ക്യൂ. എത്ര സമയം നിൽക്കേണ്ടി വരും എന്നറിയില്ല. ഫുള്ളാള്, ഭയങ്കര ആളിവിടെ. ഫ്രീ എൻട്രി ആണ് ഇവിടെ. പൈസ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഇതൊക്കെ ഈ ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. ഫുൾ ആൾക്കാരാണ്. ഫുള്ള് തിരക്ക്. ഇതൊക്കെ കഴിയുമ്പോൾ എത്ര ടൈം ആവുമെന്ന് അറിയില്ല. വേറെ കുറേ ഷിപ്പൊക്കെ കാണാം അപ്പുറത്ത്. യാർഡില് ഷിപ്പൊക്കെ വെച്ചിട്ട്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ഷിപ്പ്. ഒരു ഇറ്റാലിയൻ ഷിപ്പാണ്. കാപ്സിക്കത്തിൻ്റെ തയ്യലുണ്ട്. റെഡെല്ലാം ഉണ്ട്. റെഡ് ഗ്രീന്. അപ്പുറത്തെ വേറെ എന്തോ ഉണ്ടോ? അത് ചെറിയ ടൊമാറ്റോ. അവിടെ ഒരു ബാർ സെറ്റപ്പ് ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ. ഭയങ്കര ആൾക്കാരാണ്. ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഫുള്ള് ബാക്കിലൊക്കെ. ചെറിയ ടൊമാറ്റോ. ഇത് ബൈഗണ്. നമ്മൾ എന്താ പറയുന്നത്? ബൈഗണിന് ബെരിങ്ങിയ. ഷിപ്പ് യാർഡാണ്. ഷിപ്പ് യാർഡ്. ഷിപ്പിൻ്റെ കുറച്ച് നിൽക്കണം. ക്യൂ ആയിട്ടില്ല. എൻട്രൻസിൻ്റെ അടുത്ത് എത്താനായി. ഇതിലാണ് എൻട്രൻസ് കയറുന്നത്. ഇറ്റാലിയൻ മിലിറ്ററിയാ. ഇറ്റാലിയൻ സെക്യൂരിറ്റി ഗാർഡ് എന്തോ പോലത്തെയാണ്. ക്യാപ്റ്റനൊക്കെ ഇടുന്നുണ്ട്. ഇതൊരു ഇതാണ് മറ്റേ തൂക്കുപാലം പോലത്തെ. ഇത് കയറൂല. എന്നാലും ഒരു ആട്ടുണ്ട്. ആട്ടുണ്ട്. ഇതിലാണ് കയറി. എത്താനായി ഏകദേശം. കുറച്ചും കൂടി ഉണ്ട്. ഉള്ളിലേക്ക് കയറുന്നുണ്ട്. നല്ല പോണോ?
ഹലോ. ഷിപ്പിൻ്റെ അകത്തെത്തി. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇറ്റാലിയൻ നേവിയുടെ ഏറ്റവും പഴക്കമുള്ള 93 വർഷം പഴക്കമുള്ള ഒരു യുദ്ധക്കപ്പലിലാണ്. ഇവരുടെ വേൾഡ് ടൂറാണ് ഇപ്പോൾ നടക്കുന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അബുദാബിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് മുംബൈ, ടോക്കിയോ, ദോഹ ഒക്കെ ആയിരുന്നു. ദോഹയിൽ നിന്നും നേരെ അബുദാബിയിലെത്തിയപ്പോൾ ഇറ്റാലിയൻ എംബസിയുടെ കീഴിൽ ഒരു ഇവൻ്റ് സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഇത് കയറി കാണാനും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇറ്റാലിയൻ എംബസി ഒരുക്കിയത്. അതുപോലെ തന്നെ ഇതിപ്പോൾ നടക്കുന്നുള്ളത് അബുദാബി മീന ക്രൂയിസ് ടെർമിനലിലാണ്, മീന പോർട്ടിലുള്ള. ഇവിടെ ഫ്രീ ആയി എൻട്രി ആണ്. എല്ലാവർക്കും ഇത് കയറി കാണാൻ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുന്ന് 31 വരെയാണ് ഡിസംബർ. അതിനുശേഷം ഇവർ ജിദ്ദയിലോട്ടാണ്. ഇപ്പോൾ ജിദ്ദയിലാണ് അടുത്തതായി ഇവരെ വേൾഡ് ടൂറാണ് ഇപ്പോൾ നടക്കുന്നത്. 2 മാസം ദൈർഘ്യമുള്ള വേൾഡ് ടൂർ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ യുദ്ധക്കപ്പലിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക്, ജനങ്ങൾക്ക്, വേൾഡിലുള്ള എല്ലാവർക്കും ഇവരെ കപ്പലിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവരുടെ ഈ ടൂർ നടക്കുന്നുള്ളത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ അകത്ത് കയറി കണ്ടു, ഫാമിലിയൊക്കെ ആയിട്ട്. നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് കാണാൻ പറ്റിയതിൽ. സംഭവം അത്യാവശ്യം പഴക്കമുള്ള കപ്പലാണിത്. അത് പണ്ട് കാലത്ത് ഉപയോഗിച്ച ഇതൊക്കെയാണ് ഇതിലുള്ളത് മൊത്തത്തിൽ. കപ്പൽ ഓടിക്കുന്ന കപ്പിത്താന്മാരുടെ സ്ഥലം. ഇതെല്ലാം പായ കപ്പലിൻ്റെ അതൊക്കെ സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. ഇപ്പോൾ താഴെ ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ താഴെ കുറച്ചും കൂടി കാണാനുണ്ട്. ഇതിൻ്റെ അതിൽ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് ഇത്. അതിൻ്റെ നേവിൻ്റെ ഇതെന്തൊക്കെയാണ്. ഇത് താഴേക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. എന്നിട്ട് പായക്കപ്പലിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഇതൊക്കെ മാപ്പൊക്കെ ഉണ്ട് ഇതിൽ എഴുതിപ്പെട്ടിട്ട്. ഇതും അവർ അകത്തേക്ക് വന്നിരുന്ന സാധനമാണ്. അകത്ത് ഹായ് ഒറ്റമാരൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഇതാണ് എമർജൻസി ബോട്ട്. ഇതെല്ലാം എമർജൻസി ബോട്ടാണ്. ഇതിലെ മുകളിലേക്ക് കയറാം. ഇത് സംഭവം എന്താ വെച്ചാൽ പണ്ട് യുദ്ധത്തിനുള്ള യൂസ് ചെയ്ത ബോട്ടാണ് പറഞ്ഞാ. വീണ്ടും മുകളിൽ കയറുന്നുണ്ട്. ഭയങ്കര മരമാണല്ലേ സ്റ്റെപ്പെല്ലാം ഭയങ്കര മരം തോന്നുന്നുണ്ട്. പായക്കപ്പലിൻ്റെ നല്ല ഇതൊക്കെയുണ്ട്, വ്യൂ കാര്യങ്ങളൊക്കെ. നല്ല പായക്കപ്പലിന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ. അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇതിനകത്തേക്ക് ഇറങ്ങുന്നതാണ്. ക്യാപ്റ്റൻ അകത്ത് പോയി നോക്കുന്നുണ്ട്. എല്ലാവരും ഇറക്കി വിടില്ല. അല്ല അകത്ത് അവർ പോകുന്നുണ്ട്. ഇവിടെ നല്ല മീന പോർട്ടിൻ്റെ വ്യൂ ഉണ്ട്. ഇവിടെ ഷിപ്പൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അബുദാബിയിലെ മീനയാണ് മീന. ഇതെന്താണ് സംഭവം? ഹിസ്റ്ററി തന്നെ പഠിക്കണം മൊത്തത്തിൽ. ഇത് എമർജൻസി വാട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആണ്. കെട്ടന്മാരൊക്കെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടോപ്പ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് ഇതിനെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല.
ഷിപ്പിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഇതിൻ്റെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെ ഉപയോഗത്തിലുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഈ കാണുന്നതാണ് മീന, മർസൽ മീന, കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഫുള്ള്. ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടും കുറച്ച് തിരക്കുണ്ട് ഇവിടെ. അല്ല, എങ്ങനെയുണ്ട് കണ്ടിട്ട്? അല്ല, ഇതിൻ്റെ എക്സ്പീരിയൻസ്, നമ്മ ഇത് പഴയ ഒരു കപ്പലാണ്, അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറങ്ങുമ്പോൾ കുറച്ച് തിരക്കട്ടാ. പോലെ വലിച്ച് കെട്ടാൻ എന്ത് പണിയായിരിക്കുമല്ലേ? ഇതെല്ലാം കെട്ടി സെറ്റാക്കാനുണ്ടായ പണി. ഇതെല്ലാം പായ കപ്പലാണ്, ഈ തുണി കെട്ടുന്നതാണ് ഇതിലേക്ക്. കാറ്റിൻ്റെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവാനല്ലോ. ഇത് എമർജൻസി ബോട്ട്. ഇനി ഇപ്പോൾ ഇവർ കപ്പലിൻ്റെ യുദ്ധം കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ എന്തെങ്കിലും മുങ്ങിപ്പോയാലൊക്കെ എമർജൻസി ആയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുറേ ഉണ്ട്. അപ്പുറത്തൊക്കെ ആയിട്ട് ജെറ്റ് ബോട്ടുണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ളതാണ്. പിന്നെ അപ്പുറത്തൊക്കെ സൈഡ് ചെറിയ ചെറിയ ബോട്ടുകളാണ്. കപ്പലിൻ്റെ കമ്പിൻ്റെ ഒക്കെ വലിപ്പം നോക്കിയാൽ മഞ്ഞ ബോക്സ് എന്ത് നമുക്ക് മനസ്സിലായിട്ടോ. ഇത് മഞ്ഞ ബോക്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതാണ് കപ്പലിന്. ഇത് ജസ്റ്റ് കുറച്ചാണ് കാണാനുള്ള. ജസ്റ്റിലൊക്കെ കയറാം, ഭയങ്കര തിരക്കാണ്, ആൾക്കാരൊക്കെ വെയിറ്റിംഗാണ് കയറാൻ. അപ്പോൾ കൂടുതൽ നിർത്തൂല, കയറാം, കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാം. ഫോണെല്ലാം ഗുണം പോയോ വെള്ളത്തിൽ? ഗുണം പോയി നല്ല പാർക്ക് എന്ന് വിചാരിച്ചാൽ മതി. നീയാ ഇറങ്ങിക്കോ. നീ അങ്ങനെ പോവല്ലോ. അങ്ങനെ താഴെ ഇറങ്ങി. ഇനി ആൾക്കാർ ഇഷ്ടം പോലെ കയറാനാണ് ഇതിനകത്ത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് അല്ലേ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാണായിരുന്നു, പക്ഷെ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് മനസ്സിലാകുന്നില്ല ഓരോ സാധനങ്ങൾ. കപ്പലിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ചെറിയ ബോട്ട് ഇതായി ഷിപ്പൊക്കെയാണ്. ഇത് ഇവരെ എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ മുങ്ങിപ്പോയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ. എല്ലാവരും കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമാണ്, തണുപ്പല്ലേ, ആൾക്കാർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇതാണ്. ഞങ്ങളിപ്പോൾ 1 മണിക്കൂർ ഏകദേശം ക്യൂ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് വലിയ മടുപ്പൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ നല്ല ക്ലൈമറ്റാണ് പ്രത്യേകിച്ച്. ഇതാണ് മർസൽ മീന. ഫുള്ള് കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ എല്ലായിടത്തും. എല്ലാ പിള്ളേർക്ക് കളിക്കാൻ അതൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർ, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഷിപ്പ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു, നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു വട്ടം കാണാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.